ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇത്തരം കാലുമാറ്റക്കാർക്ക് കിട്ടിയ ഒരു തരം പ്രോത്സാഹനമാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് BJP ഉണ്ടാവുന്നത് കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയത്തിൽ. കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്ത് വന്നാലും ഏറ്റവും താഴേക്കിടയിൽ വന്നാലും അത് BJPക്കാരെ സൃഷ്ടിക്കുന്ന അവരുടെ ഒരു ഈറ്റില്ല. അതുകൊണ്ടാണല്ലോ സുരേന്ദ്രൻ പറഞ്ഞത് 35 പേരെ ജയിപ്പിച്ചാൽ മതി, ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാന്ന് അവർ പറഞ്ഞില്ല. അതെ, ഇപ്പൊ പോകുന്ന ഒരു വികസനത്തിന്റെ പാതയിൽ നിന്ന് ആര് മാറ്റിയാലും ഈ മുന്നണിക്കൊഴികെ വേറെ ആർക്കും കേരളത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു BJPയുടെ ഒരാളെങ്കിലും നിയമസഭയിൽ വരുന്നാൽ പോലും അതുപോലും എത്രമാത്രം അപകടം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ. അത് ഇടതുപക്ഷത്തിനെതിരെ ഏതെങ്കിലും ഒരു സമയത്ത് കേരളം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിധിയെഴുത്തും ന്യായമായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി UDFും BJPയും ഒക്കെ എടുക്കുന്നൊരു സമീപനം നമ്മൾ കാണുന്നുണ്ട്. അവർ ജയിക്കുന്നതിന് വേണ്ടി എവിടുന്ന് ആരെ കിട്ടിയാലും സ്ഥാനാർത്ഥികളെ ആക്കി മാറ്റുന്നൊരു രീതി നമ്മൾ കണ്ടു. മുൻപൊക്കെ നമുക്കൊരു രാഷ്ട്രീയ വിശ്വാസങ്ങൾ, തത്വസംഹിതകൾ, അതിനുവേണ്ടി കാലങ്ങളായി പോരാട്ടം നടത്തിയവർ, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരരംഗത്ത് നിന്നവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ജനപ്രതിനിധികളാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനു പകരം കാലുമാറി വരുന്നവരെയും കൂറുമാറി വരുന്നവരെയും അതല്ലെങ്കിൽ പണം കൊടുക്കാൻ ശക്തിയുള്ളവരെയും അവരെയൊക്കെ സ്ഥാനാർത്ഥികളാകുന്ന ഒരു രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് ഇത് ബൈജു ചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഞാനത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക സ്വഭാവം, അത് കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ആയാറാം ഗയാറാം എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അതൊരു 67 കാലഘട്ടത്തിലാണല്ലോ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ വളരെ വ്യാപകമായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ മറ്റേ ജനസംഘം, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും, വലതുപക്ഷ പാർട്ടികളിൽ നിന്നും ഇടതുപക്ഷ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു കുറുമാറ്റവും കാലുമാറ്റവും ഒക്കെ ഒരു സർവ്വസാധാരണമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയാറാം ഗയാറാം എന്നുള്ള ഒരു ഇത് തന്നെ വന്നത്. പക്ഷേ കേരളത്തിൽ ആ ഒരു രാഷ്ട്രീയം അധികം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 5 സ്വതന്ത്രന്മാരുണ്ടായിരുന്നു പാർട്ടിക്ക്. അന്ന് ഈ 5 സ്വതന്ത്രന്മാരും തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. അവർ പിന്നീടാണ് പാർട്ടിയിലേക്ക് വന്നത്. അത് വളരെ ജോസഫ് ഉണ്ടശ്ശേരിയെ പോലുള്ള അല്ലെങ്കിൽ ഡോക്ടർ AR മേനോനെ പോലെ ഒരു വളരെ പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരാളൊക്കെ അവർ ഈ പാർട്ടിയുടെ ഭാഗമായി തീർന്നതിന് ശേഷം വളരെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ശക്തമായ വക്താക്കളായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷം. പക്ഷേ ഇന്നീ കാണുന്നത് അതൊന്നുമല്ല. ഇന്നീ കാണുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ പിണങ്ങിപ്പിരിഞ്ഞവരെ അല്ലെങ്കിൽ ആ പാർട്ടി പുറത്താക്കിയവരെയൊക്കെ ഏതോ ഒരു വലിയ ലാഭക്കച്ചവടം എന്നുള്ള മാതിരി അവരെ ഇങ്ങനെ എടുത്ത് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇത്തരം കാലുമാറ്റക്കാർക്ക് കിട്ടിയ ഒരു തരം പ്രോത്സാഹനമാണെന്ന് തോന്നുന്നു. അല്ല, അത് ചിലയിടത്തൊക്കെ നോക്കുമ്പോൾ ഒരു രീതിയിലും പൊതുരംഗത്ത് നിർത്താൻ പറ്റില്ല എന്ന് വളരെ ശക്തമായി ആക്ഷേപിച്ചിരുന്ന അത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായിരുന്ന ആളുകളെ 2 കൈ നീട്ടി കോൺഗ്രസ് സ്വീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം നമ്മൾ കാണുന്നു. അത് നമുക്ക് ഒരു രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത. ഇനിയൊരു മറുവശം ഞാൻ കണ്ടു. അത് നമ്മൾ നേരത്തെ തൊട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. എവിടെയാണ് BJP ഉണ്ടാവുന്നത്? എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് BJP ഉണ്ടാവുന്നത് കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയത്തിൽ. കാരണം ഈ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇത്തവണ ഈ 140 സീറ്റിൽ BJP ഉൾക്കൊള്ളുന്ന NDA മുന്നണി, ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിലെ 10-1 ആളുകൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഇലക്ഷനിലെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ DCC ഭാരവാഹികളോ ഈവൻ PCCയുടെ ഭാരവാഹി വരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാകും. 14 നിയോജക മണ്ഡലങ്ങളിലാണ് NDAക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, അവർക്ക് കാര്യമായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. നയപരമായ, രാഷ്ട്രീയപരമായ, പ്രത്യയശാസ്ത്രപരമായ അത്തരം യാതൊരു വിധത്തിലുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഇല്ലാത്തവർക്ക് വളരെ എളുപ്പമാണ് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നതിൽ അവർക്ക് വലിയ ഒരു തെറ്റും കാണാത്തവരാണ് അവർ. അത് അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരു വലിയ പക്ഷവും പഴയ കോൺഗ്രസ്സുകാരല്ലേ. ആസാമിലെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് പോയി ഇപ്പോൾ ഏറ്റവും വലിയ കോൺഗ്രസ് വിരുദ്ധനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരാളായി മാറിയ ഒരാളാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി. അതുപോലെ തന്നെ പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ ഞാനതാ പിന്നെയും കേരളത്തിലേക്ക് വരുന്നത്, കേരളം ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്.
കേരളം ഇങ്ങനെ ആയിരുന്നില്ല. ആളുകൾക്കൊരു നിലപാടുണ്ട്. രാഷ്ട്രീയ നേതാക്കളായാലും അവർ ശക്തമായ നിലപാടെടുത്തവരാണ്. അവരൊരിക്കലും ഇങ്ങനെ ഇത്രത്തോളം ഒരു ലജ്ജാകരമായ രീതിയിൽ കാലുമാറ്റം നടത്തുക, അത് ബൈജു ചന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. ഇത് മലയാളിക്ക് അവൻ്റെ ഒരു രാഷ്ട്രീയവും ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ആ മലയാളിയുടെ അന്തസ്സിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അതെ. ഇവർ മലമ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞ ന്യായം എന്നാന്ന് വെച്ചാൽ അത് VS-ന്റെ കൂടെ ഇത്രയും കാലം നടന്ന ഒരു മനുഷ്യനെ അത് വേണ്ടാന്ന് തോന്നി. വേറെ കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ സാക്ഷാൽ കെ കരുണാകരൻ എത്ര കാലം കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകള് BJP സ്ഥാനാർത്ഥി AK ആന്റണി. അത് കഴിഞ്ഞ് ഈ 9 സീറ്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് നിന്ന് അതിനെ തിരിച്ച് യഥാർത്ഥ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആന്റണിയാണ്. ആ ആന്റണിയുടെ മകൻ BJP-യുടെ അല്ലെങ്കിൽ ഒരു ആദർശത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടാണല്ലോ നമ്മൾ ആന്റണിയെ കാണുന്നത് എല്ലാ കാലത്തും. ആന്റണിയുടെ മകനൊക്കെ BJP-യിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ കോൺഗ്രസിന് യാതൊരു അവർക്ക് അത്ര ഒരു കാര്യമില്ല. അത് നോക്കുമ്പോൾ അവിടെ തീരുന്നില്ല പട്ടിക. അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ അവിടെ NDA-യിൽ സ്ഥാനാർത്ഥി. ഇനി അങ്ങ് മുകളിൽ. അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും കേരളത്തിലെ മാത്രമല്ല. സാക്ഷാൽ ശ്രീമതി ഗാന്ധി, ഈ ശ്രീമതി ഗാന്ധിയുടെ ഒരു മരുമകൾ BJP-യുടെ മന്ത്രിയായിരുന്നു. ആ മരുമകളുടെ മകൻ BJP-യുടെ MP ആയിരുന്നില്ലേ? അപ്പോൾ ഇതുമൊക്കെ സംഭവിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും തലപ്പത്ത് വന്നാലും ഏറ്റവും താഴേക്കിടയിൽ വന്നാലും അത് BJP-ക്കാരെ സൃഷ്ടിക്കുന്ന അവരുടെ ഒരു ഈറ്റില്ല. ഇവിടെയാണ് പിറന്നു വീഴുന്നത് BJP നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ഈ കോൺഗ്രസിനെ പറ്റി പറയുമ്പോഴും ഒരു കാര്യം, BJP ബോധപൂർവം ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ആക്ഷേപങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കാൻ അവർ ശ്രമിക്കുക. അവരുടെ എല്ലാ അജണ്ടയും നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇപ്പം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ UDF LDF ഇതിനിടയിൽ നിന്നുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കാൻ, അതിനെ ഈ പഴയ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഒന്ന് ഈ വയനാട് ദുരന്തം, അതിനു മുമ്പ് 2018 വെള്ളപ്പൊക്കം, ഈ രണ്ട് സമയത്തും കേരളത്തെ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയും കേരളത്തിന് സഹായഹസ്തം വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് ഏറ്റവും നിഷ്ഠൂരമായി പെരുമാറിയ ഒരു പാർട്ടിയും ഒരു ഗവൺമെൻറ്റുമാണ് BJP-യുടേത്. അത്രയും മോശമായിട്ട് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള എല്ലാ തത്വദീക്ഷകളും അതിൻ്റെ സാധാരണ നിലവിലുള്ള എല്ലാ നടപടിക്രമങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള സഹായവും, മാത്രമല്ല വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള വിലക്ക് കൽപ്പിച്ച ഒരു അത്രയധികം വൈരാഗ്യ ബുദ്ധിയോടുകൂടി കേരളത്തെ നശിപ്പിക്കുക. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF ആയാലും UDF-ന് അവർക്കൊരു അത്തരമൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അവരിത് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആരായാലും അത്രയും വൈരാഗ്യം പുലർത്തിയ മറ്റൊരു പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണില്ല. ഇങ്ങനെ ഒരു പെരുമാറിയ ഒരു ഗവൺമെൻറ് കാണില്ല. അത് ശരിയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ബേസിക് സ്ട്രക്ചറിനെ തകർത്തെറിയുന്ന രീതിയിൽ എന്നിട്ട് നമ്മളിത് കാണാതെ പോവുകയാണ്. ഇപ്പോൾ ഈ വഴക്കിനിടയിൽ ഇപ്പം സതീശനെ പോലുള്ള ഒരു നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾക്ക് BJP ഒരു ശത്രുവേ അല്ല. കാര്യം അവർ BJP ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യില്ല. BJP ഇങ്ങനെ പെരുമാറിയതിനെ കുറിച്ചൊന്നും സതീശനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ പറഞ്ഞ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. അവർക്ക് ഓരോ കാര്യത്തിലും CPM-നെയും LDF-നെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി, കേരളം ഇന്നൊരു സുസ്ഥിരമായ ഒരു വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഈ കൈവരിച്ച നേട്ടങ്ങളെ അത്രയും അട്ടിമറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാർട്ടിയും ഒരു ഗവൺമെൻറ്റും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ. അല്ല, അങ്ങനെ ഒരു ശക്തി അവിടെ കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് നിൽക്കുമ്പോൾ അതിനോട് ചേർത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് LDF-ന്റെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം. അത് മാറി ഈ മറ്റൊരു സ്ഥിതിവിശേഷം വന്നാൽ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒരു സ്ഥലത്തും BJP-ക്കെതിരെ പിടിച്ചു നിന്നിട്ടില്ല. അവർ കൂട്ടത്തോടെ അങ്ങോട്ട് പോകുന്ന നമ്മൾ കണ്ടേ. തെരഞ്ഞെടുത്ത് വരുന്ന MLA-മാർ കൂട്ടത്തോടെ കോൺഗ്രസിന്റെ MLA-മാർ കൂട്ടമായി പോയി. സുരേന്ദ്രൻ പറഞ്ഞത് 35 പേരെ ജയിപ്പിച്ചാൽ മതി, ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാന്ന് അവർ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ട് അതായിരിക്കും. അതായത് ഈ കഴിഞ്ഞ 10 വർഷം ഒരു സുസ്ഥിരമായ വികസന പാത വന്നു. എല്ലാ പ്രതിസന്ധികൾക്കും ഇടയിൽ എല്ലാ പ്രതിസന്ധികളും, അത് പ്രതിസന്ധി പ്രകൃതി ഉണ്ടാക്കിയതുകൊണ്ട് കേന്ദ്രം ഒക്കെയും വെള്ളപ്പൊക്കവും കോവിഡും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, അത് അതിൻ്റെ ഒരു വഴി. അതിന് പുറമെ ഈ GST കൊണ്ടുവന്നു. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധിയുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വന്നു. ഗതികേടിൻ്റെ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ വന്നവൾ അനുവദിക്കാതിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഈ
ചിറ്റമ്മ നയമെന്നോ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള അത്രയും ശക്തവും ക്രൂരവുമായ നയമെടുത്ത് കേരള ജനതയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനോടൊക്കെ പിടിച്ചു നിന്ന ഒരു ബദൽ സംവിധാനം, ഒരു ബദൽ രാഷ്ട്രീയം, ഒരു ബദൽ സമ്പദ്ഘടന, ഇതെല്ലാം കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അതെ. ആ മുന്നണിക്ക് ഇപ്പോൾ പോകുന്ന ഒരു വികസനത്തിൻ്റെ പാതയിൽ നിന്ന് ആര് മാറ്റിയാലും ഈ മുന്നണിക്കൊഴികെ വേറെ ആർക്കും കേരളത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഭീഷണിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്കൊക്കെ ഒരാശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം അതാണ്. എങ്ങാനും മറ്റൊരു മുന്നണിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കേരളം ഇതുവരെ കൈവരിച്ച ഈ നേട്ടങ്ങൾ എങ്ങനെയായിരിക്കും പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ച UDF ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ BJP ഭരിക്കുക എന്നുള്ളൊരു കാര്യം അവരുടെ കാര്യത്തിൽ, പക്ഷേ BJPയുടെ ഒരാളെങ്കിലും നിയമസഭയിൽ വരുന്നാൽ പോലും അതുപോലും എത്രമാത്രം അപകടം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അല്ല, അത് ബൈജു പറഞ്ഞ വളരെ ശരിയാണ്. ഒന്ന്, BJPയുടെ ഭീഷണി ഇപ്പോൾ നമുക്ക് ഒരു ഭരണതലത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ നിയമസഭാ പ്രാതിനിധ്യമോ വരാനൊന്നും പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ഒരു മുന്നണി വന്നാലുണ്ടാകാവുന്ന അപകടത്തെപ്പറ്റി സൂചിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു കാര്യം നമുക്കറിയാമല്ലോ, കേരളത്തിലെ ജനങ്ങളെപ്പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു ജനങ്ങളില്ല. അവരെല്ലാം കാണാനും കേൾക്കുകയും ചെയ്യും, അവരെല്ലാം സഹിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ ഒരു വിധിയെഴുത്തുണ്ട്. അതെ, ആ വിധിയെഴുത്തിൽ ഒരിക്കലും കേരള ജനതയ്ക്ക് തെറ്റിയിട്ടില്ല. അത് ഇടതുപക്ഷത്തിനെതിരെ ഏതെങ്കിലും ഒരു സമയത്ത് കേരളം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിധിയെഴുത്തും ന്യായമായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി, കൃത്യമായി കേരള ജനത, ഈ കേരളത്തിലെ മനുഷ്യരെ ആര് താങ്ങി നിർത്തുന്നു, ആര് കൈപിടിച്ചുയർത്തും, ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വ്യക്തമായി മനസ്സിലാക്കി വിധി എഴുതുന്നൊരു ജനതയിൽ തന്നെ നമുക്ക് വിശ്വാസം അർപ്പിക്കാമെന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് വേണ്ടത്. നേരത്തെ ആദ്യം തുടങ്ങി വെച്ച ഒരു വിഷയം, അതിലേക്ക് ഒന്നുകൂടെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ട് അത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഇടതുപക്ഷത്തു നിന്ന് പലതവണ പല കാരണങ്ങൾ കൊണ്ട് പുറത്താക്കിയവരും പിന്നെ ഒരു ഇടതുപക്ഷ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആശയ പ്രതിബദ്ധത, ഒരു സത്യസന്ധത, ഇതൊക്കെ കാണിക്കാത്ത ചിലരാണല്ലോ ഈ പുറത്തു പോകുന്നത്. ചിലരൊക്കെ പിന്നെ സ്ഥാനമാനങ്ങളോടുള്ള അമിതമായ ആസക്തിയാണ് ചിലരെ അതിലേക്ക് വളരെ വളരെ സീനിയറായിട്ടുള്ള ചില വ്യക്തികൾ അങ്ങനെ ഈ സ്ഥാനമാനങ്ങളോടുള്ള ഒരുതരം വല്ലാത്തൊരു ആസക്തിയിൽ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ നമ്മുടെ ആളുകൾ നേരത്തെ പറഞ്ഞ മാതിരി ആളുകളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒരു കേരള ജനത തീർച്ചയായിട്ടും ഇതും കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നമുക്കൊരു ചില മൂല്യങ്ങളുണ്ട് ജീവിതത്തിൽ, ചില രാഷ്ട്രീയത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന മനുഷ്യരാണ് ഇപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നവരൊക്കെ തന്നെയും. പക്ഷേ ആ മൂല്യങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയ ചിലർ ഒക്കെ പിന്നെ അവർ വലിയൊരു അസറ്റാണെന്നുള്ള മറ്റൊരു കൂട്ടരിങ്ങനെ അവരെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരെ കൂടെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത്, അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് കൂടെ തിരിച്ചറിഞ്ഞ് വേണം പിന്നെ വോട്ട് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് പ്രതിഫലിക്കും നമുക്ക് വിശ്വസിക്കാം.